ജീവിക്കുന്നവനാണ് ഞാൻ സ്വർഗമൊരുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തുമ്പോ അള്ളാഹു ഒരു ഗ്രന്ഥം ഇറക്കി തന്നിട്ട് നിങ്ങളെല്ലാം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു പറഞ്ഞില്ല. ഒരു ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഇറക്കി തന്നിട്ട് ഈ ഗ്രന്ഥം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു പറഞ്ഞില്ല. പടച്ച റബ്ബേ, ആ വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാറ് തൗറാത്തും ഇഞ്ചീലും സബൂറും എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആൻ അനുസരിച്ച് കൊണ്ട്, ഈ കിതാബുകൾ അനുസരിച്ച് കൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനല്ല, പഠിപ്പിച്ചു തരാനല്ല, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നതിന് വേണ്ടി 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങൾ അല്ലാഹു ലോകത്തേക്ക് ഇറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ, കാണിച്ചു തരാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് പ്രവാചകനാക്കി തെരഞ്ഞെടുത്തു തന്നല്ലോ. ആ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ഖുർആൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ടവിടെന്ന് കാണിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ. ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടെന്ന് ചോദിക്കുന്നു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ? ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയില്ല, അതാ കൂടപ്പിറപ്പുകളോട് ചോദിച്ചാൽ എല്ലാം അറിയില്ല. പടച്ചവനെ, കൂട്ടുകാരോടും കുടുംബക്കാരോടും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയില്ല. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അവന്റെ പോരായ്മകൾ എന്താണ്, അവന്റെ ന്യൂനതകൾ എന്താണ്, അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണമെന്നറിയുമോ? പാതിരാത്രി അവന്റെ കൂടെ കിടപ്പറയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ഈ നിരന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാ. നാട്ടുകാരോട് ചോദിച്ചാ പോരാ, രാത്രി കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കണമല്ലോ. അതാത് നഗറിലെ ജനങ്ങളുടെ മുന്നിൽ നീ വലിയവനാണ്, മഹാനാണ്, നിന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, വലിയ സ്ഥാനം തരുന്നു, അതിലൊന്നും ഒരു കാര്യമില്ലടോ. നിനക്ക് സ്ഥാനം കിട്ടേണ്ടത് എവിടെയാണെന്നറിയുമോ? നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യയുടെ മുന്നിലാ. അവിടെയാണ് നിനക്കൊരു വിലയുണ്ടാകേണ്ടത്, അവിടെയാണ് നിനക്കൊരു സ്ഥാനമുണ്ടാകേണ്ടത്. അവളാണ് നിന്നെ കുറിച്ച് പറയേണ്ടത്, അവളാണ് നിന്നെ ബഹുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടെന്ന് ചോദിക്കുന്നു, ആയിഷ ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നബിതങ്ങളെ കുറിച്ച് എന്തേ പറയാറുള്ളത്? നിങ്ങളുടെ ഭർത്താവാണല്ലോ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവ് പരിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത്, അതുപോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം ഖുർആനായിരുന്നല്ലോ. ആ ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെയാണ് നിബിതങ്ങൾ ജീവിച്ചിരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തരാത്ത ഏതെങ്കിലും ഒരു വിഷയം പറയാൻ ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മുസ്ലിമിന് കഴിയുമോ? എന്റെ നിബിതങ്ങളെ ഇന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നിബിതങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് വീട് പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത്. പടച്ചവനെ, എന്തിനാ ബാത്റൂമിനകത്ത് കയറുന്ന സമയം, ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയം ഏത് കാല് വെച്ചുകൊണ്ട് കയറണം, എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, എന്ത് കൊണ്ടുപോകാൻ പാടില്ല, എങ്ങനെ ഇരിക്കണം, എങ്ങനെ വിസർജനം നടത്തണം, എന്തുകൊണ്ട് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഏത് കാല് വെച്ചിറങ്ങണം, എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, എവിടെ ഇരുന്നാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്. പടച്ചവനെ, ഒരു ഇൽമ പഠിക്കേണ്ടത് എങ്ങനെയാണ്. അല്ലാഹുവേ, നീ ഒരു പുതിയ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരാത്ത ഒന്നും ഈ ദുനിയാവിലില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, ദീനനുസരിച്ച് ജീവിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കണേ. നബിതങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. നബിതങ്ങൾ ഖുർആൻ അനുസരിച്ചല്ലേ ജീവിച്ചത്. ഇത് പറയുമ്പോ ഹദ്ദാദിലെ ചെറുപ്പക്കാര് ചോദിക്കുന്ന ഉസ്താദേ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാര്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് അത് പറ്റുമായിരുന്നു. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മഅസൂമീങ്ങളാ. അവര് പാപം ചെയ്യില്ലല്ലോ, അവര് മരിക്കുന്ന കാലം വരെ തെറ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകന്മാര് ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. അതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകം മാത്രമല്ല ഖുർആൻ അനുസരിച്ച് ജീവിച്ചത്. നീ ചരിത്രം വായിക്കുന്നവനാണല്ലോ. ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗമെന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നടാ. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചരിത്രം വായിക്കാത്ത ആരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി കടന്നു പോകുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ. പടച്ചവനെ, കള്ളും പെണ്ണും കൊലപാതകവുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ നിനക്കറിയുമായിരുന്നല്ലോ. അല്ലാഹുവേ, സ്വന്തം പെൺമക്കളതാ ജനിക്കുന്നത് സ്വന്തം രക്തത്തിൽ പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അതിനെ ജീവനോട് കുടിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം ജീവിച്ചിരുന്നല്ലോ. കള്ളായിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ ആനന്ദം, കള്ളുകുടിയായിരുന്നല്ലോ. അവര് കള്ളിന് എത്രത്തോളം അടിമയായെന്ന് നിനക്കറിയണോ? മരിക്കാൻ കിടക്കുന്ന വാപ്പ തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യുകയാ, മക്കളെ, വാപ്പ മരിച്ചു കഴിഞ്ഞ വാപ്പാടെ ഖബറിന്റെ മുകളില് നിങ്ങളൊരു മുന്തിരിയുടെ വള്ളി വേണം നടാറ്. മരിക്കാൻ കിടക്കുന്ന വാപ്പ തന്റെ പൊന്നാര മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിയുടെ വള്ളി നടണം. എന്തിനാണെന്നറിയോ? ആ മുന്തിരി വള്ളി അവിടെ ഇരുന്ന് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ എന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുമല്ലോ. ആ കള്ളിന്റെ രസം എനിക്ക് കിട്ടുമല്ലോ. മരിച്ചാൽ പോലും ഖബറിന്റെ മുകളിൽ മുന്തിരിവള്ളി നടണമെന്ന് പറഞ്ഞു കൊടുത്ത പിതാക്കന്മാര്, അല്ലാഹുവേ, അവർക്ക് യുദ്ധം ചെയ്യാൻ കാരണങ്ങൾ വേണ്ട, അവർക്ക് യുദ്ധമുണ്ടാക്കാൻ ഒരു വിഷയവും വേണ്ട. അന്യവന്റെ പറമ്പിൽ കയറി ഒരു ഒട്ടകം പുല്ല് തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തവര്, അങ്ങനെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമുദായമുണ്ടല്ലോ. അവർ അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചപ്പോ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നത് പോലെ ജീവിച്ചപ്പോ അവരാരായെന്ന്
ആരായെന്നറിയോ? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ആരായെന്നറിയുമോ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹും. ഖിയാമത്ത് നാൾ വരെയുള്ളവർ അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. പടച്ചവനെ, ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള വിഭാഗമായി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമായിട്ട് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറിയില്ലേ? എങ്ങനെയാ സഹോദരാ? എല്ലാവരും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് കേൾക്കുമ്പോ പറയുന്നു റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ ആരായിരുന്നെന്നറിയോ? ഈ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിന് പറയാനൊരു ചരിത്രമുണ്ടടോ. പടച്ചവനെ, ഭക്ഷണം കഴിക്കാത്ത മക്കളോട്, ഉറങ്ങാത്ത മക്കളോട് ഉമ്മമാര് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത പിഞ്ചു കുട്ടികൾ പോലും അവിടെ നിന്ന് പേടിച്ച് കഴിക്കുമായിരുന്നു. ഉറങ്ങാത്ത മക്കൾ പോലും പേടിച്ച് ഉറങ്ങുമായിരുന്നു. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ ആ ഉമറിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കടോ. ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ആരോ പറഞ്ഞു, പെണ്ണേ, ഖത്താബിന്റെ മകനായ ഉമറിന്റെ അയൽവാസിയോട് ആരോ ചെന്ന് പറഞ്ഞു കൊടുത്തു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. എന്തേ മറുപടി എന്നറിയോ? ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി എന്ന് പറഞ്ഞാ വിശ്വസിക്കാ. എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഈ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാ വിശ്വസിക്കാ. അത് ഷഹാദത്ത് കലിമ പറഞ്ഞെന്ന് പറഞ്ഞാ വിശ്വസിക്കാ. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. ഒരിക്കലും ഉമർ അങ്ങനെയാകില്ല. പടച്ചവനെ, അങ്ങനെ ജീവിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചപ്പോ, ആ ഖുർആൻ പറയുന്നത് പോലെ ജീവിച്ചപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അവരാരായെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാർ അവരായില്ലേ? ലോകത്ത് കടന്നു വന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള വിഭാഗമായി 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറിയില്ലേ? ഇത് പറയുമ്പോ നമ്മൾ പറയും, ഉസ്താദ്, അവര് നബിതങ്ങളെ കണ്ടവരാ, അവര് നബിതങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചവരാ, അവര് നബിതങ്ങളുടെ കൂടെ നടന്നവരാ, നബിതങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുമല്ലോ. അവരല്ലാന്റെ റസൂലിനെ കണ്ടുകൊണ്ട് നടന്നു, പ്രവാചകന്റെ കൂടെ നടന്നു. അതുകൊണ്ട് അവര് നന്നായി. അതുകൊണ്ടാണ് അവര് ഖുർആൻ അനുസരിച്ച് ജീവിച്ചത്. എങ്കിൽ അവര് പോകട്ടെ സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാര്യം പോകട്ടെ, അവിടുത്തെ സ്വഹാബത്തിന്റെ കാര്യം പോകട്ടെ. താബീങ്ങളുണ്ടായിരുന്നല്ലോ, താബീങ്ങളുണ്ടല്ലോ, ഇമാമുമാരുണ്ടല്ലോ, ഔലിയാക്കന്മാരുണ്ടല്ലോ, സയ്യിദന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ഹാഫിളീങ്ങളുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ഡോക്ടർമാരുണ്ടല്ലോ, എഞ്ചിനീയർമാര്, കളക്ടർമാര്, ഫുട്ബോൾ താരങ്ങള്, ക്രിക്കറ്റ് താരങ്ങള്, പടച്ചവനെ സിനിമാ താരങ്ങള്, ഇവരൊക്കെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നില്ലേ? എന്തിനാടോ 1400 കൊല്ലം മുമ്പ് പോകുന്നത്? ഈ ഹദ്ദാദ് നഗറിൽ അല്ലാഹുവിനെ പേടിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന എത്രയോ വാപ്പമാരുണ്ട്. കൂലിപ്പണിയെടുത്ത് നടക്കുന്നവരില്ലേ? എത്രയോ ഉമ്മമാരുണ്ട്. അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടോ? അവര് ഖുർആനനുസരിച്ച് ജീവിക്കുന്നില്ലേ? അവര് ദീനനുസരിച്ച് ജീവിക്കുന്നില്ലേ? നബിതങ്ങളുടെ സുന്നത്ത് അവര് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ലേ? പിന്നെ നിനക്ക് മാത്രം എന്തേ പറ്റാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല ഉസ്താദ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ, ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാൻ. എങ്ങനെയാണ് ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കേണ്ടതെന്നറിയോ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേക്കുമ്പോ കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പറയേണ്ട വാക്കേതാ? അല്ലാഹുവേ അൽഹംദുലില്ലാഹ് الحمد لله الذي أحيانا بعدما أماتنا وإليه
നുശൂർ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ഉടനെ ദുആ ചെയ്യുകയാണ്. ഇറങ്ങിച്ചെന്ന് വുളുവെടുക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. എന്നിട്ട് ഹദ്ദാദ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് പള്ളിയിലേക്ക് കടന്നു വരണം. പടച്ചവനെ സുന്നത്ത് നിസ്കരിക്കണം. ഇഖാമത്ത് കൊടുക്കുന്നത് വരെ കാത്തിരിക്കണം. അതാ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കണം. ഫർദ് നമസ്കാരം കഴിഞ്ഞു, അവിടുന്ന് ദിക്റുകൾ പറഞ്ഞു, അവിടുന്ന് ദുആ ചെയ്തു. എല്ലാവരും പടച്ചവനെ നിസ്കാരപ്പായിൽ തന്നെ ഇരിക്കണം. അതാ ഖുർആൻ ഓതി ദിക്റ് പറഞ്ഞുകൊണ്ട് സലാത്തുകൾ പറഞ്ഞുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ 6:45 വരെ ആ നിസ്കാരപ്പായിൽ തന്നെ ഉറങ്ങാതെ, തമാശ പറയാതെ, ദുനിയാവിന്റെ കാര്യം പറയാതെ അവിടെ ഇരുന്നു കൊണ്ട് നന്മകൾ ചെയ്യണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങണം. ദുആ ചെയ്തുകൊണ്ട് വേണം ഇറങ്ങാൻ. കണ്ണുകൊണ്ട് ഹറാമ് കാണരുത്, ചെവി കൊണ്ട് ഹറാമ് കേൾക്കരുത്, നാവ് കൊണ്ട് ഹറാമ് പറയരുത്, കൈ കൊണ്ട് ഹറാമ് തുടരുത്, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്, ഹൃദയം കൊണ്ട് പാപം ചിന്തിക്കരുത്. ഇതുപോലെ വീട്ടിലേക്ക് നടന്നു പോകണം. പടച്ചവനെ ജോലിക്ക് പോകണം. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ. ഹറാമ് തുടരുത്, ഹറാമുമായി ബന്ധപ്പെടരുത്, ഹലാലായ കച്ചവടം നടത്തണം. ദുഹറിന് ബാങ്ക് വിളിച്ച പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കണം. പിന്നെയും ജോലിക്ക് പോകണം. അസറായ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. പടച്ചവനെ മഗ്രിബ് നമസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്റ് പറയണം, സ്വലാത്ത് പറയണം. ഇശാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച ഇശാ നിസ്കരിക്കണം. അല്ലാഹുവേ, എന്നിട്ട് എല്ലാം കഴിഞ്ഞു ഉളുവെടുത്തിട്ട് നിസ്കാരതാ ഉളുവെടുത്തു കിടപ്പറയിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങണം. ഇതാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ വേണം ഒരു മുസ്ലിം ജീവിക്കാൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, എന്റെ പൊന്നാര സിറാജ, ഇത് നടക്കണ പരിപാടി വല്ലാണോ? ഇത് നടക്കുന്ന നിങ്ങൾ പറയുന്നത് പോലെ ഇത് സ്വപ്നലോകമല്ലാണോ? നേരം വെളുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ ഇവിടെ ആരെ കൊണ്ടാ പറ്റുക? ഇതൊക്കെ ആരെ കൊണ്ടാ പറ്റുക? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യൻ കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേണം ജീവിക്കണമെന്നാ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ വേണം ജീവിക്കാൻ. നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, സിറാജ് ജോലിക്കൊന്നും പോണ്ടേ? രാവിലെ എഴുന്നേറ്റ ജോലിക്ക് പോകണ്ടേ? പൈസ ഉണ്ടാക്കണ്ടേ? മക്കളെ പഠിപ്പിക്കണ്ടേ? വീട് വെക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. നിങ്ങൾ പറയുന്ന രീതിയിൽ ജീവിക്കാനാണെങ്കിൽ ഇത് വല്ലതും പറ്റുമോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പറ്റുമോ? എന്തെല്ലാം പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങളുടെ നടുവില സിറാജ്. നിങ്ങൾക്ക് മൈക്കിന്റെ മുമ്പിൽ കയറി നിന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. നിങ്ങളൊക്കെ അപ്പം ജോലിക്കും കൂടി എപ്പോ നോക്കിയാലും ഇങ്ങനെ ദിക്റും ദുആയായിട്ട് നടന്നാൽ മതിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുനിയാവെടുത്ത് മുന്നിൽ വെച്ചിട്ട് ദുനിയാവിന്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. നിങ്ങൾ പറയുന്നത് പോലെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ജീവിക്കണമെങ്കിൽ വീടിനകത്ത് മൂലയിലിരിക്കണം. നമ്മൾ പറയുന്നത് എല്ലാം കഴിഞ്ഞ് മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം, മക്കളെ കെട്ടിക്കണം, സേഫാകണം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വയസ്സാം കാലത്ത് ഒന്നിനും പറ്റാത്ത സമയത്ത് നോക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉദാഹരണം പറഞ്ഞാൽ കടപ്പുറത്തൊരുത്തം വള്ളം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഹദ്ദാദിലുള്ള ഒരു ചങ്ങാതി ഒരു വഞ്ചി വാങ്ങി, ഒരു വള്ളം വാങ്ങി മീൻ പിടിക്കാൻ പോവാൻ. എന്നിട്ട് അപ്പൊ ഇങ്ങനെ കടപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നു, എടാ ചങ്ങാതി, നീ വള്ളം ഇറക്കുന്നില്ലേ മീൻ പിടിക്കാൻ പോകാൻ? നീ വള്ളം ഇറക്കുന്നില്ലേ, ഈ തോണി ഇറക്കുന്നില്ലേ മീൻ പിടിക്കാൻ പോകാൻ? ഓൻ പറയുക, ഈ തിരമാല ഒന്ന് തീരട്ടെ എന്നിട്ട് തോണി ഇറക്കാന്ന് പറഞ്ഞ് നിൽക്കാൻ. കടപ്പുറത്ത് കൊണ്ടുപോയി തോണി നിർത്തിയിട്ട് ഒരു മനുഷ്യൻ പറയുകയാ, ഈ തിരമാല തീർന്നിട്ട് തോണി ഇറക്കാന്ന് പറഞ്ഞ് ഞാൻ നിൽക്കാം. ഓൻ ഖിയാമത്ത് നാളായാലും അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ, ഒരിക്കലും തോണി ഇറക്കില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതുപോലെയാ ഞാനും നിങ്ങളും പറയുന്നത്. കൊള്ളാപ്പോ കേട്ടോ. വഴുതു പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം കേൾക്കാൻ വന്നവർക്ക് എന്താ, കാപ്പിയാണോ ചായയാണോ? എന്താടാ മക്കളെ? പായസം കുടിക്കട്ടോ, നല്ല പരിപാടി. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാരെന്ന് പറയുന്ന പോലെ കുടിക്ക്. എല്ലാരും കുടിച്ചോ? അൽഹംദുലില്ലാ. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരാൻ തരുമാറാകട്ടെ.
അപ്പൊ കുടിക്കാൻ പോവാ ഇനി ഏട്ടാ, നല്ല കുടിച്ചോ, പായസമൊക്കെ ആദ്യമേ കുടിച്ചോ. ഇൻഷാ അല്ലാഹ് ഇത്തിരി ചൂടുവെള്ളം താപ്പ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കടിയും ചായയും പായസവും ഒക്കെ ആരോ കുറെ ചെറുപ്പക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആ മക്കൾക്ക് അള്ളാഹു ഹൗദുൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് ഉസ്താദെ ദുനിയാവിൽ ഒരുപാട് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, മക്കളെ വളർത്തണം, വീട് വെക്കണം, ജോലിക്ക് പോകണം, പ്രാരാബ്ദങ്ങളുടെ നടുവില, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറട്ടെ. ഞങ്ങൾ അല്ലാഹുവേ ഉസ്താദ് പറയുന്നത് പോലെ ജീവിക്കാം. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിയതിനു ശേഷം ഞങ്ങൾ നന്നാകാം. ഞങ്ങൾ പള്ളിയിൽ വരാം, 5 നേരം നിസ്കരിക്കാം. ഉസ്താദേ നിങ്ങളൊക്കെ പറയുന്നത് പോലെ 24 മണിക്കൂറും ഞങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാം. ഞങ്ങളുടെ പ്രയാസം മാറട്ടെ, ഞങ്ങളുടെ ദുഃഖം മാറട്ടെ, ഞങ്ങളുടെ കടം മാറട്ടെ, ഞങ്ങളുടെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ, കടപ്പുറത്ത് വെള്ളം വാങ്ങി വെച്ചിട്ട് തിരമാലകൾ തീർന്നിട്ട് വെള്ളമിറക്കുന്നവനല്ല, ആ അലയറിച്ചു വരുന്ന തിരമാലകൾ കീറി മുറിച്ചു കൊണ്ട് പോകുന്നവനാകണം മുസൽമാര്. പടച്ചവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ കപ്പലുകൾ തിരമാലകൾ മുറിച്ചു കൊണ്ട് പോകുന്നത് കാണാ, ബോട്ടുകൾ പോകുന്നത് കാണാ, വഞ്ചികൾ പോകുന്നത് കാണാ. എന്നാൽ ചില ചെറുപ്പക്കാർ പടച്ചവനെ ഒരു തടിയും വെച്ചുകൊണ്ട് കടലിന്റെ തിരമാലകൾ കീറി മുറിച്ചുകൊണ്ട് മീൻ പിടിക്കാ പോകുന്നത് കാണാ. പടച്ചവനെ മുസ്ലിം അങ്ങനെയാടോ? നീ പറയുന്നത് പ്രയാസം മാറട്ടെ, ദുനിയാവിലെ ബുദ്ധിമുട്ട് മാറട്ടെ, ഈ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറിയിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നീ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കടോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കടോ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ ഖബദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പറയുകയാ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പറയുകയാണ്, അല്ലാഹു സത്യം നാടിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാടിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹു പറയുകയാ, ആദം സന്തതികളെ കൊണ്ട് തന്നെയാണ് സത്യം. നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യുമല്ലോ, അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുമല്ലോ. അല്ലാഹു പറയുകയാണ്, മക്കയെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യുകയാണ്, നബിതങ്ങളുടെ നാടിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, ആദമിന്റെ സന്താന പരമ്പരകളെ കൊണ്ട് തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ ഖബദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവ് പ്രയാസത്തിന്റെ നാടാ, ഈ ദുനിയാവ് ബുദ്ധിമുട്ടിന്റെ നാടാ, ഈ ദുനിയാവ് ദുരിതങ്ങളുടെ നാടാ. ഒരിക്കലും തീരില്ലടോ, ഒരിക്കലും പ്രയാസം തീരില്ലടോ. ഈ ദുനിയാവിനെ അല്ലാഹു പടച്ചിരിക്കുന്നത് തന്നെ കഷ്ടപ്പാടായിട്ടാ. ഈ ദുനിയാവ് പരീക്ഷണമാണ്, ഈ ദുനിയാവ് പരീക്ഷണമാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്തെന്നറിയുമോ? 9.5 മാസക്കാലം ഉമ്മയുടെ
ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ. പടച്ചവനെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ കരഞ്ഞുകൊണ്ടാ കടന്നു വന്നത്. കരയാതെ വന്ന ഒരു കുഞ്ഞുമില്ലല്ലോ, കരയാതെ വന്ന ഒരു കുട്ടിയുമില്ലല്ലോ. എല്ലാവരും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ കരഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. 10, 20, 30, 40, 50, 60 കൊല്ലം ഇവിടെ ജീവിച്ചല്ലോ. അവസാനം ഖാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. നിന്നെ കൊണ്ടുപോകാൻ കടന്നു വരുമല്ലോ. ആ കൊണ്ടുപോകാൻ കടന്നു വരുന്ന സമയത്തും നമ്മൾ കരയുകയാ. ജീവിതത്തിന്റെ തുടക്കവും കരച്ചലാട്, ജീവിതത്തിന്റെ ഒടുക്കവും കരച്ചലാട്. അപ്പോഴും പ്രയാസമാണ്, അപ്പോഴും വല്ലാത്ത വേദനയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണവേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകന് കിടക്കുമ്പോ പൊന്നാര മകള് ഉപ്പാന്റെ കാലിങ്ങനെ തടകുകയാ. വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖവും നെറ്റിത്തടവും തുടച്ചു കൊടുക്കുകയാ. അടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് വെള്ളത്തിനകത്ത് കൈയിട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് വെള്ളം അവിടെ നിന്ന് കോരി മുഖത്തൊഴിക്കുകയാ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ആയിഷ, ഇന്നലിൽ മൗതില സകറാ, മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് നിബിധങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞെങ്കില് അത്താത് ബേക്കൽ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഒടുക്കവും വേദനയാ, നിന്റെ തുടക്കവും വേദനയാ. ഇതാടോ ദുനിയാവ്, ഇതാടോ ദുനിയാവ്. ദുനിയാവിലെ പ്രയാസം ഒരിക്കലും മാറില്ല, ദുനിയാവിലെ പ്രാരാബ്ദം ഒരിക്കലും മാറില്ല, ഈ ദുനിയാവിലെ ബുദ്ധിമുട്ടൊരിക്കലും മാറില്ല. ബുദ്ധിമുട്ട് മാറണമെങ്കിൽ എവിടെ പോകണമെന്നറിയോ? പ്രയാസങ്ങൾ മാറണമെങ്കിൽ എവിടെ പോകണമെന്നറിയുമോ? വലനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നാ വഇലൈനാ തുർജഊൻ. അതൊക്കെ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലാണോ? അതൊക്കെ നാളെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാ സമാധാനമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, ഇത് പ്രയാസമാ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാ, ഇത് വല്ലാത്ത ത്യാഗമാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവോട് ചോദിക്കുന്ന സ്വർഗംദാ, സ്വർഗംദാ, സ്വർഗംദാ. പടച്ചവനെ, നിസ്കരിച്ചു കഴിഞ്ഞാലും വഅദിന് പോയാലും ഖുർആൻ ഓതിയാലും എല്ലാവരും പടച്ച റബ്ബിനോട് ചോദിക്കുന്ന സ്വർഗം തരണേ, സ്വർഗം തരണേ. അല്ലാഹു ചോദിക്കുകയാ, അല്ലാഹു ചോദിക്കുകയാ, ഓസിന് പോകാമെന്ന് കരുതിയോടാ ചെറുപ്പക്കാരാ. അല്ലാഹു ചോദിക്കുകയാണ്, വെറുതെ കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ സ്വർഗമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുമ്പോ 10 ദിവസം നീണ്ടു നിന്നിരുന്ന ഈ ബേക്കൽ കടപ്പുറത്ത് ബീച്ചിനകത്തൊരു പരിപാടി നടന്നപ്പോ ഈ ദുനിയാവിലെ ജനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന പരിപാടിക്കകത്ത് ഒന്ന് കയറണമെങ്കിൽ 50 രൂപയുടെ പാസ് എടുത്തിട്ടല്ലേ നീയൊക്കെ കാണാൻ പോയത്. അതിനകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ കയറാ പ്രത്യേക പൈസ കൊടുക്കേണ്ട വന്നില്ലേ? ഹെലികോപ്റ്ററിനകത്ത് കറങ്ങണമെങ്കിൽ പ്രത്യേക പൈസ കൊടുക്കേണ്ട വന്നില്ലേ? ഈ ദുനിയാവിലെ സാധനങ്ങളിൽ കയറണമെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ ഒരു കണ്ണം കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, നിന്റെയൊക്കെ സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഓസിന് കയറി പോകാമെന്ന് നീ കരുതിയോ? അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, ഇല്ലടാ, കയറി പോകാൻ പറ്റില്ല. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാട് ഒരുപാട് സഹിക്കേണ്ടി വരുമടാ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിനക്ക് കടക്കാ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ പറ്റുമോ? ബീച്ചിൽ നടന്ന ഫെസ്റ്റിവലിന് എത്രയായിരുന്നു പാപ്പ? 50 അല്ലായിരുന്നോ? എത്രയായിരുന്നു? ഹെലികോപ്റ്ററിൽ കയറാൻ എത്രയായിരുന്നു? കളിപ്പാട്ടങ്ങളിൽ കയറാൻ എല്ലാത്തിനും പൈസ. ഇതിനകത്ത് കയറാൻ 50 രൂപ കൊടുക്കണം. എന്നാ ഒലക്ക കാണാൻ അതിനകത്ത് കയറിയിട്ട്? ഇതിനകത്ത് കയറിയിട്ട് എന്നാ കാണാനാ? കൊച്ചു പിള്ളേര് കളിക്കുന്ന. എന്തായാലും അതുകൊണ്ടൊരു ഉപകാരമുണ്ടായി. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതവും പോയി, ഒരുപാട് പെണ്ണുങ്ങൾക്ക് ജീവിതവും കിട്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആകെ ഉള്ള നേട്ടം എന്താ? ആകെ ഉള്ള നേട്ടം താൻ അവസാനം തരാം. കെട്ടിയ പെണ്ണിനെ രാത്രി 1 മണിക്കും 12 മണിക്കും നടന്നു പോകാനുള്ള അനുവാദം കൊടുത്തവനാ ഭർത്താവ്. നിനക്കുള്ളത് ഞാൻ അവസാനം തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി 1 മണിക്ക് 2 മണിക്ക് നോക്കുമ്പോ ഇങ്ങനെ നടക്കാ ഉമ്മായി മക്കളും. സ്വർഗത്തിൽ പോയിട്ട് വന്നതാ, സ്വർഗത്തിൽ പോയിട്ട് വന്നത്. നീ വലിയ ഹാജിയാര്, നീ താടിയും വളർത്തി തഴമ്പുമായിട്ട് കമ്മിറ്റിക്കാരനായിട്ട് പള്ളിയും പരിപാലിച്ചിരിക്കുക. നിന്റെ പെണ്ണും പിള്ളയും മക്കൾ ഇങ്ങനെ നടക്കാ. നിന്നെ അള്ളാഹു സ്വർഗത്തിൽ തന്നെ വിടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. വിടും പടച്ചവൻ, കാത്തിരുന്നു ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബ് നിന്നെ വേറെ തരും, നിനക്ക് പിടിച്ചു നിർത്തു റബ്ബ്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് വലിയ പ്രയാസവാ, വലിയ ദുരിതമാ, വലിയ ബുദ്ധിമുട്ടാ, രോഗവാ, ദാരിദ്ര്യമാ, കടവാ, ഇങ്ങനെ ഇതിനിടയിലൊക്കെ എങ്ങനെ ജീവിക്കാം? പിന്നെ അള്ളാഹു ചോദിക്കുക, പിന്നെ നിന്നെ സ്വർണ്ണക്കട്ടയിൽ വെച്ചിട്ട് അള്ളാഹു വാഴിക്കൂ? ആകാശത്ത് നിന്നും മഞ്ഞും സൽവ ഇറക്കി തരും. നീ വീട്ടിൽ ഇരുന്നാ മതി, നീ വീടിനകത്തിരുന്നാ മതി. അള്ളാഹു ആകാശത്ത് നിന്നും മഞ്ഞും സൽവ ഇറക്കി തരും. തിന്നോണ്ട് നിസ്കരിച്ചിരുന്നാ മതി. നീ പിന്നെ എന്താ വിചാരിച്ചത്? നമ്മളൊക്കെ ഒരുപാട് പരാതി പറയുന്നവരാ. ഉസ്താദേ, വല്ലാത്ത പ്രയാസമാ, വല്ലാത്ത ദുരിതമാണ്, ദുഃഖമാണ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ, സഹോദരാ, ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാർക്കാ? എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നമ്മളൊക്കെ പറയുന്നുണ്ട്, പടച്ചവനെ ആരാധനക്കർഹൻ നീയല്ലാതെ വേറെ ആരുമില്ല. അള്ളാഹുവേ നീയാണ് വലിയവന്, അള്ളാഹുവേ നീയാണ് വലിയവന് എന്ന് ഞാനും നിങ്ങളും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നീ പറയുന്നത് സത്യമാണോ എന്ന് അള്ളാഹു നിന്നെ ടെസ്റ്റ് ചെയ്യുമടാ. പടച്ചവൻ നിന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്, പിടിച്ച് നിന്നെ കുലുക്കുകയാണ്, നിന്നെ നല്ലതുപോലെ അള്ളാഹു അളക്കുകയാണ്. ജയിച്ചാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകൂ. എങ്ങനെയാണ് അള്ളാഹു പരിശോധിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തതാർക്കാ? അബൂജഹലിനാണോ, ഉത്ബത്തിനാണോ, നമ്രൂദിനാണോ, കാറൂനിനാണോ, ഫിറഔനിനാണോ? അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹു കൊടുത്തത് ഇവന്മാർക്കാർക്കുമല്ല, പിന്നെ ആർക്കും അറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലഗാ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാ. അല്ലാതെ കള്ളുകുടിയനും വ്യഭിചാരിയും പലിശ തിന്നുന്നവനും വൃത്തികെട്ടവനും സിറക്ക് ചെയ്യുന്നവനുമല്ല ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്കാ. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചതാരെയോ? ആദം നബിയല്ല, നൂഹ് നബിയല്ല, മൂസാ നബിയല്ല, ഇബ്രാഹിം നബിയല്ല, ദാവൂദ് നബിയോ, യാക്കൂബ് നബിയോ, യൂനുസ് നബിയോ, യൂസുഫ് നബിയോ, ഹാറൂൻ നബിയോ, സുലൈമാൻ നബിയോ, സക്കരിയ നബിയോ, യഹ്യാ നബിയോ, ദാവൂദ് നബിയോ? പടച്ചവനെ, യൂനുസ് നബിയോ, യൂസുഫ് നബിയോ, ഈസാ നബിയോ ആയിരുന്നില്ല. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തത്, ഏറ്റവും കൂടുതൽ അള്ളാഹു കരയിപ്പിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ, നബിതങ്ങൾ തന്റെ പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഉമ്മാനെ കണ്ടു തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ.
നിബിതങ്ങളെ അല്ലാഹു ഒരുപാട് പരീക്ഷിച്ചല്ലോ, ഒരുപാട് വേദനിപ്പിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയും അല്ലാഹു വേദനിപ്പിക്കുമടോ, നമ്മളെയും അല്ലാഹു പരീക്ഷിക്കുമടോ. നമ്മുടെ ഈമാൻ അല്ലാഹു അളക്കുകയാണ്. വെറുതെ നീ സ്വർഗത്തിൽ പോകില്ല. അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞാ പോരാ. എന്റെ റബ്ബ് അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ഈമാൻ ഉറയ്ക്കണം ചെറുപ്പക്കാരാ, വാപ്പാ ഈമാൻ ഉറയ്ക്കണം ഉപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എപ്പോ നോക്കിയാലും ദുരിതത്തിന്റെ കഥ പറയുന്ന, സങ്കടങ്ങളും പരാതികളും പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളെയൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെ എല്ലാവരെയും ഞാൻ പരീക്ഷിക്കും. നിങ്ങൾ പതറല്ലേ, എന്റെ പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കണേ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കണേ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു എണ്ണി എണ്ണി പറഞ്ഞു തരികയാ. എങ്ങനെയാണ് പരിശോധിക്കുന്നത്, എങ്ങനെയാണ് അല്ലാഹു ഈമാൻ അളക്കുന്നത്? അല്ലാഹു പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹു പറയുകയാ, മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കുമടാ. വാപ്പാ നിന്നെ അല്ലാഹു പരീക്ഷിക്കും, നിന്നെ ടെസ്റ്റ് ചെയ്യും. നിന്നെ ടെസ്റ്റ് ചെയ്തിട്ടേ അല്ലാഹു നിന്നെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കൂ. അല്ലാതെ റബ്ബ് നിനക്കോസിന് സ്വർഗം തരൂല. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മുസ്ലിമിനോടും പറയുകയാ, എങ്ങനെയാണ് പടച്ചവൻ ടെസ്റ്റ് ചെയ്യുന്നതെന്നറിയോ? എന്തു വന്നാലും നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കണേ, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം. എന്തൊക്കെ പരീക്ഷണം വന്നാലും നിങ്ങൾ പതറരുത്, നിങ്ങൾ ഒരാളും തോറ്റുപോകരുത്. അല്ലാഹു പറയുകയാണ്, ഞാൻ എന്റെ അടിമകളെ പരിശോധിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു പരീക്ഷ നടത്തുകയാണ്. SLC പരീക്ഷ പോലെ പരീക്ഷ നടത്തുകയാ. തോക്കല്ലേ ബാപ്പാ, പെങ്ങളെ തോറ്റുപോകല്ലേ പെങ്ങളെ. അല്ലാഹു നടത്തുന്ന പരീക്ഷ എന്തെന്നറിയോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു പറയുകയാ, യഥാർത്ഥ മുസ്ലിമീങ്ങളെ ഞാൻ തെരഞ്ഞെടുക്കും. ഹദ്ദാദിലുള്ള ഈമാനുള്ള എന്റെ സ്വർഗത്തിന്റെ അവകാശികളെ ഞാൻ തെരഞ്ഞെടുക്കും. അവരാരെന്നറിയോ? ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പഴപ്പിക്കും, ഹദ്ദാദിലുള്ള എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. അല്ലാഹു പറഞ്ഞു, ഇല്ലടാ. അല്ലാഹു പറഞ്ഞു, ഇല്ല, ഹദ്ദാദിലുള്ള എല്ലാവരെയും പഴപ്പിക്കാൻ പറ്റൂല. ചില ഉപ്പമാരുണ്ട്, ചില ഉമ്മമാരുണ്ട്, നീ അവരുടെ മുമ്പിൽ തോറ്റുപോകും. അല്ലാഹു ആ തോൽക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞു, ചില ഉപ്പമാരുടെയും ചില ഉമ്മമാരുടെയും മുമ്പിൽ നീ തോറ്റു തൊപ്പിയിടും. നീ എന്തൊക്കെ ചെയ്താലും നീ അവരുടെ മുമ്പിൽ തോക്കും. അല്ലാഹു പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട്, എനിക്ക് പ്രത്യേകമായ ചില ആൾക്കാരുണ്ട്. നീ അവരുടെ മുമ്പിൽ പോയി തല കുത്തിക്കടന്ന് എന്ത് ചെയ്താലും നീ തോക്കും, നീ കരയും, നീ കരയും. ഈ സദസ്സിലിരിക്കുന്ന ചിലര് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശികളായി മരിക്കുന്നത് കാണുമ്പോ നിന്റെ മുന്നിലിരുന്ന് ഇബ്ലീസ് നെഞ്ചു പൊട്ടിയിട്ട് കരയും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചില ആൾക്കാർ മരിക്കുമ്പോ ഉമ്മയും വാപ്പയൊന്നുമല്ല കരയുന്നത്, ഉമ്മയും വാപ്പയൊന്നുമല്ല കരയുന്ന, സാക്ഷാൽ ഇബ്ലീസ് നെഞ്ചു പൊട്ടിയിട്ട് കരയും. അത് കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയോ? അള്ളാഹു പറയുകയാ, ഒന്നാമത്തെ പരീക്ഷണം ഭയം. ഒന്നാമത്തെ പരീക്ഷണം അള്ളാഹു ഭയം തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഭാഗത്തു നിന്നും നിനക്കെതിരെ ആള് ഒരുമിച്ച് കൂടും. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ഭാഗങ്ങളിലൂടെയും ശത്രുക്കൾ ഒറ്റക്കെട്ടാവുകയാ.
പാർട്ടിയും ചിഹ്നങ്ങളും വേറെ വേറെയാണെങ്കിലും മുസ്ലിമിന്റെ വിഷയം വരുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മളാ തമ്മിലടിക്കുന്നവർ, നമ്മളെ നിറത്തിന്റെ പേരിൽ, കൊടിയുടെ കളറിന്റെ പേരിൽ തമ്മിത്തല്ലുന്നവരാ എങ്കിൽ അവരങ്ങനെയല്ല. എല്ലാവരും ഒറ്റക്കെട്ടാട്. ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒരുമിക്കുകയാണ്. പടച്ചവനെ, നമ്മൾ ഒറ്റയ്ക്കാട്. പേടി തോന്നുന്നില്ലേ വാപ്പാ? ഭയം തോന്നുന്നില്ലേ വാപ്പാ? എങ്കിൽ ഇതൊന്നുമല്ലടോ ഭയം, ഇതൊന്നുമല്ലടോ ഭയം. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആരെയെന്നറിയോ? ആരെയാണ് പേടിപ്പിച്ചതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയുമല്ലേ. എന്തൊരു പീഡനമാടോ, എന്തൊരു പീഡനമാടോ! പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലുകയാണ്. എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, കമീസ് പൊക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നു നബിയേ. പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയതാണ് നബിയേ. വല്ലാത്ത പീഡനമാ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിലവിളിച്ചുകൊണ്ട് സ്വഹാബത്ത് വന്ന് പറഞ്ഞല്ലോ. നബിതങ്ങളെ കണ്ണുകൊണ്ട് കാണുകയല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനം സ്വഹാബത്തിനോട് പറഞ്ഞു, ഹിജ്റ പോകാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഓരോ സ്വഹാബത്തിനെയും അള്ളാന്റെ റസൂൽ അവിടുന്ന് നാടുകടത്തുകയാണ്, ഹിജ്റയ്ക്ക് പറഞ്ഞയക്കുകയാണ്. നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ നേതാക്കന്മാരെങ്ങനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ സഹാബത്തിനോട് പറഞ്ഞു, ഓരോരുത്തരായിട്ട് ഈ നാട് വിട്ട് മദീനത്ത് പോകാൻ. എല്ലാരും പോയതിനു ശേഷം അവസാനം നബിതങ്ങൾ പോകുന്നേ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പടച്ചവന് പ്രകടനത്തിന് പോകും ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പല നേതാക്കന്മാരും പ്രകടനം നടത്തും. ജയ് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരും. ലാത്തി ചാർജ് തുടങ്ങുമ്പോ ഒന്നാമത് ഓടുന്നത് ആരാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.